അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെങ്ങനെ ഈസിയായി കടലക്കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഈസിയായി കടലക്കറി ഉണ്ടാക്കാമെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ലാഭമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി കടലക്കറിയാണ്. ഞാൻ രാവിലെ കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ, അത് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള സവോളയാണ്. ചില ആൾക്കാർക്ക് സവോള കൂടുതൽ വേണം കുറവ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന്. നിങ്ങളെ കളി പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വെളിച്ചെണ്ണ, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് എടുക്കേണ്ടത്. പിന്നെ അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വരാം. ഞാൻ ചതയ്ക്കാറേ ഉള്ളൂ, അങ്ങനെ പേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി ഇട്ടാം. അപ്പോൾ അതിൻ്റെ കുക്കറിലേക്ക് കടല ഇടാം. പിന്നെ നമ്മൾ സവോള അരിഞ്ഞ് സവോള നമ്മൾ അതിലേക്ക് ഇടണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, കറിവേപ്പില കറക്റ്റായിട്ട് വന്നു. ഇനി നമ്മൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അതൊക്കെ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങളുടെ. കാരണം ഓരോരുത്തർക്കും ഒരളവ്, ഇപ്പോൾ നമ്മളൊരു അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കും കറക്റ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കറക്റ്റ് അളവ് മസാലകളെല്ലാം ചേർക്കുക. എല്ലാ മസാല നമ്മൾ പൊതുവെ ചേർക്കുന്ന എല്ലാ മസാലകളും ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു ഞാനിപ്പോൾ. ഇനി ഇതേ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് എരിവ് അതനുസരിച്ച് ഇടുക. പിന്നെ കടലക്കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നല്ല സ്വാദുണ്ടാവും. പിന്നെ മല്ലിപ്പൊടി ഇടാൻ പോവാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഗരം മസാല. പിന്നെ നമ്മൾ പെരുംജീരകം പൊടിച്ച് ചേർക്കണമെന്നുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുംജീരകം പൊടിച്ച് ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ പെരുംജീരകം പൊടിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം പെരുംജീരകമാണ് കേട്ടോ ഇടുന്നതിലേക്ക്. കുറച്ചൊരു 1/2 ടീസ്പൂൺ നമ്മളിപ്പോൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദുണ്ടാവും പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. ഓക്കെ. പിന്നെ 1 മിനിറ്റ് ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിനിടുക. ഇത് നല്ലോണം നമ്മുടെ കൈകൊണ്ട് നന്നായി അതിനങ്ങ് ഞെവിടി ചേർക്കുക അതിലേക്ക്. ഓക്കെ. നല്ല രീതിയിൽ ഞെവിടി ചേർക്കണം. പറഞ്ഞാൽ ആ മസാലകളൊക്കെ നമ്മുടെ കടലിലേക്ക് പിടിക്കണ രീതിയിൽ നല്ലോണം ഞെവിടി ചേർക്കണം കേട്ടോ. നന്നായി ഇത് കുഴച്ചെടുത്തു. ഇത് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കടല ആണെങ്കിലും നമ്മൾ എന്തിനാണെങ്കിലും കുറച്ച് മേല് വരുന്ന ഇത് വരുന്നവരെ നമ്മൾ വെള്ളം. ഞാനിപ്പോൾ ഇത്ര വെള്ളം തരുന്നുണ്ട് കാരണം എനിക്ക് കടല കുറച്ച് വലിയ രീതി അങ്ങനെ ഗ്രേവി പോലെയല്ല, നല്ല അത്യാവശ്യമുള്ള ഗ്രേവിയുള്ള രീതിയിലാണ് ഇഷ്ടമുള്ള. ഗ്രേവി കൂടുതലായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ. ഇനി ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. വെള്ളമുള്ള അങ്ങനെ കുക്കറിൻ്റെ അടിഭാഗം തുടച്ചതാണ് വെച്ചു. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു 6 വിസിലോളം ഞാൻ അടിക്കും കേട്ടോ. കാരണം 6 വിസിലടിക്കുമ്പോൾ കടലകൾക്ക് കറക്റ്റ് പക്കാ വേവുണ്ടാവും. പിന്നെ ഞാൻ എയർ കളയില്ല, എയർ തനിയെ 6 വിസിലടിച്ച് എയർ പോകണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. നമുക്കിനി വെച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കപ്പോൾ പുട്ടുണ്ടാക്കാം. ഞാൻ ഇവിടെ അജ്മി പുട്ടുപൊടിയാണ് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പച്ചരി പൊടിച്ചുണ്ടാക്കുന്ന പുട്ടാണ് എനിക്കിഷ്ടം. സെക്കൻഡ് വൺ അജ്മി പുട്ടുപൊടിയാണ്. അജ്മി പുട്ടുപൊടി ഞാൻ ഒരുവിധം ഉപയോഗിച്ച ബ്രാൻഡുകളിലെ ഏറ്റവും നല്ല പുട്ടുപൊടിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് അജ്മി തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ പുട്ടുപൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ചേർക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തേങ്ങ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മുടെ പുട്ടുപൊടി ഞെവിടി എടുക്കുകയാണെങ്കിൽ പുട്ടിന് വേറെ ഒരു തരം സ്വാദുണ്ടാവും. നമുക്ക് കറികൾ തന്നെ നമുക്ക് വേണ്ടാന്ന് തന്നെ തോന്നും. എനിക്ക് അമ്മയൊക്കെ കുഞ്ഞു പ്രായം തൊട്ട് എനിക്ക് പുട്ടുണ്ടാകുമ്പോൾ അമ്മ തേങ്ങ നന്നായി അതിൽ ഞെവിടി ചേർത്ത് പിന്നീടാണ് അമ്മ വെള്ളം നനയ്ക്കുക.
ഇത് ഒരു കുറച്ച് നേരം അമ്മ വെക്കും, ഒരു 5-10 മിനിറ്റ് അമ്മ വെക്കും, റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് അമ്മ അത് വേവിച്ച് തരാം. അപ്പോൾ നമുക്ക് കറികളോ ഒന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുഴയ്ക്കാനുണ്ട്. ഞാൻ തേങ്ങ നന്നായി കുഴച്ചു. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ഞാനിവിടെ ഒന്ന് നനച്ചെടുക്കാനുണ്ട്. അതിന് ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. കുറച്ച് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സ്വാദാണ് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അരമണിക്കൂർ. അപ്പോൾ ഇതാ കുക്കറിൻ്റെ എയറൊക്കെ പോയി. അപ്പോൾ നമുക്ക് കടല വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ 6 വിസിലടിക്കണം. അതാ വരുന്നു. ഞാൻ 6 വിസിലടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കടല വെന്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. കടുക് വറുക്കാൻ പോകണ്ട. അപ്പോൾ അതേ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്താ കടലക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴേ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാണ് ശരിക്കും അതിൻ്റെ സ്വാദ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തീയൊന്ന് കുറച്ച് ഇതിൻ്റെ പെരുംജീരകം ഇട്ടിട്ട് ഞാൻ പെരുംജീരകം ഒന്ന് നോക്കി വരുന്നത് എൻ്റെ നമ്മുടെ വറ്റൽമുളകും പിന്നെ ആവശ്യം നല്ലോണം ഞാൻ കറിവേപ്പില ഇടും. ഇപ്പോൾ കറിവേപ്പില ഞാൻ മറ്റേതിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുക. അത് നല്ലോണം അത് ഇടാണ്ട് അപ്പോൾ നമ്മളത് ഞാൻ കടുക് വറുത്തത് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അടച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് 10 സെക്കൻഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എണ്ണ കുറച്ച് കറി വാരിയിട്ട് ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ ഒരു 3-4-5 മിനിറ്റ് നന്നായിട്ട് ഇതങ്ങോട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ അടിപൊളി കടലക്കറി ആയിരിക്കും. നിങ്ങളെന്തായാലും ഈ കടലക്കറി വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ. ഉപ്പ് കറക്റ്റാണ് നോക്കണം. നമ്മൾ ഉപ്പ് ഞെവിടിയപ്പോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് കറക്റ്റാണോ ജസ്റ്റ് നോക്കണം. ഞാൻ ജസ്റ്റ് നോക്കി ഉപ്പ് കറക്റ്റാക്കി ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതാണ് നല്ല തിക്കിൽ ഗ്രേവി വരുന്നുണ്ടോ. പിന്നെ നിങ്ങൾക്ക് വെള്ളം, അതായത് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വിട്ടിറക്കി വെക്കാം. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അരമണിക്കൂർ വേണ്ടിയിട്ടാണ് എടുത്തത്. ഞാൻ ജസ്റ്റ് വീണ്ടും ഒരു തണലിന് വേണ്ടി ഇത്തിരി ഞാൻ ചെറു ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തു. ഓക്കെ, കാരണം നമ്മൾ ഇട്ടതിനേക്കാളും ഇരട്ടി പോലെ വരും കണ്ടോ. സോഫ്റ്റ് എണ്ണീനെ പുട്ടുകുറ്റിലേക്ക് നിറയ്ക്കാൻ പോകണ്ട. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ കുറച്ചിട്ട് വിട്ടാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ തേങ്ങ ഇട്ട് ഫസ്റ്റ് എൻ്റെ പുട്ട് ആവശ്യത്തിന് അരച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ സെൻറ്ററിലൊന്നും അങ്ങനെ തേങ്ങ വെക്കാറില്ല. ഞാൻ മാക്സിമം തേങ്ങ പുട്ടിനൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം പുട്ടിട്ട് നിറച്ചു. അപ്പോൾ ഞാൻ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം തന്നെ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുട്ട് വെക്കണുണ്ടോ. ജസ്റ്റ് ഒരു 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ അത് കഴിയും. അപ്പോൾ പിന്നെ ഇതിനിടയിൽ കൂടി ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ എന്താണ് ഏത് ചൂട് കടലക്കറിയും ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാമല്ലേ.